ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഈസിയായി അടിസ്ഥാനം ഇട്ടുകൊണ്ട് പഠിച്ച് വരികയാണ്. ടെൻസ് കഴിഞ്ഞു, നമ്മുടെ ഇഫ് ക്ലോസ് കഴിഞ്ഞു, ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, കൈൻഡ്സ് ഓഫ് സെൻറ്റൻസുകളൊക്കെ കഴിഞ്ഞു, പിന്നെന്താ വോയിസ് കഴിഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ടെൻസൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ നമ്മളതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ അത് പോയി ആദ്യം കാണാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾസാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് മുന്നേ നടന്ന എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ യൂട്യൂബ് ചാനലിൻ്റെ പേജിലേക്ക് പോവാം. അവിടെ നിന്ന് പ്ലേലിസ്റ്റുകളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു പ്ലേലിസ്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് പോയി ഇതിക്ക് മുന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, എല്ലാത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. അത് പഠിക്കാതെ നിങ്ങൾ വോയിസ് പോയി പഠിച്ചാൽ, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചാൽ, ഇഫ് ക്ലോസ് പഠിച്ചാൽ, എന്തിന് സെൻറ്റൻസ് വരെ പഠിച്ചാൽ, ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സെൻറ്റൻസ് ഒക്കെ പഠിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് ഭയങ്കര കൺഫ്യൂഷനാകും. ഇത് ഭയങ്കര ഒരു മലയായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ടെൻസ് നല്ല സ്ട്രോങ് ആണോ, നമുക്ക് പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം പണി നമുക്ക് അവിടെ കഴിഞ്ഞു. നമുക്ക് തീർച്ചയായും നല്ല സ്കോറൊക്കെ PSCയിൽ ടെൻസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ടെൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വോയിസും ഇഫ് ക്ലോസും റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ പഠിക്കൽ വളരെ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ ഇതിനകത്ത് ക്ലാസ്സുകൾ, ഏതൊക്കെ ക്ലാസ്സുകൾ വേണം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. നമുക്ക് അധികം സമയം കളയാതെ ഇന്ന് ആർട്ടിക്കിൾസാണ് പഠിക്കുന്നത്. ആർട്ടിക്കിൾസിൻ്റെ സെഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ശരി. ഏതൊക്കെ ആർട്ടിക്കിൾസ് എല്ലാവർക്കും അറിയാം അല്ലേ? എ, ആൻ, എ ഓർ ആൻ, എയും ആനും ഒരുമിച്ച് ഉപയോഗിക്കില്ല. ദ, ഇതൊക്കെയാണ് എന്ത് ആർട്ടിക്കിൾസ്. എ, ആൻ, പിന്നെ ദ, ഇത് മൂന്നാണ് നമുക്ക് ആർട്ടിക്കിൾസ്. ഈ എ, ആനും എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒന്ന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അടുത്തത് ഉപയോഗിക്കണം. അതിന് ചില സാഹചര്യങ്ങളുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഈ എ, ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന്, ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ എന്താ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഇറ്റ് ഈസ് എ മാത്സ് ബുക്ക്, ദ ബുക്ക് ഈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുകയാണെന്നേക്ക് ഇറ്റ് ഈസ് എ മാത്സ് ബുക്ക്. ഓക്കെ, ഞാൻ അതിൻ്റെ അടുത്ത വരി തുടങ്ങാണ്. ദ ബുക്ക് ഈസ് എന്താ ഇൻഫോർമേറ്റീവ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയാമെന്നായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പം ദ ബുക്ക് എന്ന് പറയുന്നത് ഏത് ബുക്കാണെന്ന് നമുക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. തൊട്ട് മുന്നേ പറഞ്ഞ മാത്സ് ബുക്കിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പം ഡെഫിനിറ്റ് ആണ് അവിടെ. ഒരു കാര്യത്തിന് മുന്നേ കൂട്ടി സൂചിപ്പിച്ച ഒരു കാര്യത്തിനെ നമ്മൾ ഡെഫിനിറ്റ് ചെയ്ത് എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ എ, ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എ, ആൻ എന്ന് പറയുന്നത്, അതായത് അത് മുന്നേ കൂട്ടി പറഞ്ഞൊരു കാര്യത്തിന് പറയല്ല. ഒരു എന്നുള്ള അർത്ഥമാണ് ഈ എക്കോ അല്ലെങ്കിൽ ആനോ ഉള്ളത്. അത് ഒരു സാഹചര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ സിറ്റുവേഷൻ, അവിടുത്തെ വരുന്ന സൗണ്ടുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മളവിടെ എയോ ആനോ പ്ലേസ് ചെയ്യണത്. അതെല്ലാവർക്കും അറിയാമല്ലേ? വവൽ സൗണ്ട്സിൻ്റെ മുമ്പിൽ ആനോ ആയിരിക്കും, കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ മുമ്പിൽ എയോ ആയിരിക്കും. ഇറ്റ് ഈസ് എ മാത്സ് ബുക്ക്. എ ബുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അത് പറയാൻ പറ്റില്ല. എന്താ, ഈ നേരത്തെ പറഞ്ഞ ഈ മാത്സ് ബുക്കിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ജനറൽ ബുക്കായിട്ടാണ് നമുക്ക് കാണാൻ, അതായത് ജനറലായിട്ട് ഒരു ബുക്കിനെ പറ്റി പറയുന്നു എന്നേ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ദ ഉപയോഗിച്ചാൽ മാത്രമേ തൊട്ട് മുന്നത്തെ സെൻറ്റൻസിൽ പറഞ്ഞ മാത്സ് ബുക്കിനെയാണ് റെഫർ ചെയ്ത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ എ ബുക്ക് എന്ന് ആണ് അടുത്ത വരിയിൽ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാത്സ് ബുക്കിനല്ല സൂചിപ്പിക്കുന്നത്. അത് ജനറലായിട്ട് ഏതോ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ള അർത്ഥമാണ്. നമുക്ക് കൂടുതൽ ഇനി ഓരോ എക്സാമ്പിൾസ് കണ്ട് നമുക്ക് പഠിക്കാം. എ, ആനിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം കേട്ടോ. നോക്കൂ, സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുന്നിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? എയോ ആനോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് വെള്ളങ്ങൾ എന്ന് നമ്മൾ പറയില്ലല്ലോ. അതായത് എണ്ണാൻ പറ്റണം, എണ്ണിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എയോ ആനോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ എയോ ആനോ, അതായത് ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വവൽ സൗണ്ട്സ്. AEIOU എന്ന് നമ്മൾ AEIOU എന്ന് നമ്മൾ പൊതുവേ പഠിച്ചു വയ്ക്കും. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എയും
ഓയും വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ഐ യു ഒക്കെ വരുന്ന ചില സ്ഥലങ്ങളിൽ, തുടക്കത്തിൽ വരുന്ന ചില സ്ഥലങ്ങളിൽ അതങ്ങനെ പ്രൊനൗൺസ് ചെയ്യില്ല. ആ വവൽ സൗണ്ട് അവിടെ ഉണ്ടാവില്ല. മറിച്ച് വേറെ എന്തെങ്കിലും ഒരു സൗണ്ടിലായിരിക്കും അത്, അല്ലെങ്കിൽ അത് സൈലൻ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺസണൻ്റ് സൗണ്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ആൽഫബറ്റിലായിരിക്കും ആ വാക്ക് തുടങ്ങുന്നത്. പക്ഷെ അതൊരു വവൽ സൗണ്ട് ആയിരിക്കും തുടക്കത്തിൽ. ഈ ഓണറബിൾ എന്നൊക്കെ പറയുന്ന ആ വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓണറബിൾ ആണെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ ഓണസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതെന്താണ്, വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം അത് കൺസോണൻ്റ് ആണെന്ന് അർത്ഥമില്ല. ഇംഗ്ലീഷിലെ 26 ആൽഫബറ്റ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ, അക്ഷരമാലയിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും അവിടെ 44 സൗണ്ടുകളുണ്ട്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയില്ലേ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ഈ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേരുമ്പോഴാണല്ലോ ഇപ്പം ക പ്ലസ് ആ ചേരുമ്പോഴല്ലോ ക ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഈ സ്വരാക്ഷരങ്ങളിൽ റ് മാറ്റി നിർത്തിയാൽ റ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ഉണ്ടല്ലോ, അത് മലയാളത്തിൽ റ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരം, അതായത് ഇങ്ങനെയുള്ള ഈ ഒരു അക്ഷരം മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന എല്ലാ സൗണ്ടുകളും കൺസണൻറ്റ് സൗണ്ടാണ് ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ. ഓക്കെ, വവൽ സൗണ്ടുകളാണ്. ആ ഇ ഉ ഊ. പിന്നെ നമ്മൾ ഐ ഓ, ഇവിടെ 12 ലോങ് ആൻഡ് ഷോർട്ട് വവൽസ് ഉണ്ട്. പിന്നെ ഡിഫ്തോങ്ങുകളുണ്ട്, അതായത് 2 ഇപ്പം ഐ ഔ ഓ ഇങ്ങനെയുള്ള കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വവൽ സൗണ്ടുകൾ. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, പക്ഷെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഈ മലയാളത്തിലെ റ് ഒഴിച്ചിട്ടുള്ള എല്ലാ സ്വരാക്ഷരങ്ങളിലും വരുന്ന സൗണ്ടുകളെല്ലാം എന്താണ് ഇംഗ്ലീഷിലെ വവൽ സൗണ്ടുകളാണ്. അതായത് എ ഇ ഐ ഓ യു. ഈ യുവിൻ്റെ സൗണ്ട് യു അല്ല, ഊ ആണ് കേട്ടോ. യു എന്ന സൗണ്ടിലല്ല, യുവിൽ തുടങ്ങുന്ന വാക്കുകൾ യു എന്ന സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കൺസോണൻ്റ് സൗണ്ടായിട്ടാണ് പരിഗണിക്കുക. ഊല് വരുമ്പോൾ അല്ലെങ്കിൽ ആല് വരുമ്പോൾ, ഇപ്പോൾ അംബർല എന്ന് എഴുതുമ്പോൾ ആ യു ആണ് തുടക്കത്തിൽ വരുന്നത്, പക്ഷേ അതിൻ്റെ സൗണ്ട് അംബർല. അണ്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്, ആയാണ്. ഓക്കെ, നൗണുകൾക്ക് മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിലാണ് നമ്മൾ എയോ ആനോ ഉപയോഗിക്കുക. അതിനകത്ത് ആൻ എന്ന് പറയുന്നത് വവൽ, ഈ വവൽ സൗണ്ടിനെയാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈസിയസ്റ്റ് മാർഗത്തിൽ നമ്മൾ എ ഇ ഐ ഒ യു എന്ന് ചെറുപ്പം മുതൽ പഠിച്ചു വയ്ക്കും. എന്നാൽ അതിനകത്ത് യു സൗണ്ട് ഒരിക്കലും എന്തല്ല, ഒരു വവൽ അല്ല. യ സൗണ്ട് ഒരിക്കലും വവൽ അല്ല, അത് കൺസെൻറ്റൻ്റ് ആണ്. യു എന്ന് പറയുന്ന അക്ഷരം പുറപ്പെടുവിക്കുന്ന 2 വാക്കുകളാണ് മെയിനായിട്ട്. എയോ അല്ലെങ്കിൽ ആയോ ഒക്കെയാണ് യുവിൻ്റെ സൗണ്ട്. അല്ലേ എ അല്ല, എയും ആയോ അല്ലെങ്കിൽ ഊ, മെയിനായിട്ട് ഊ സൗണ്ടാണ് യുവിൻ്റെ സൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുണ്ട്, ആ ഇ മുതൽ ആ വരെയുള്ള ആ അക്ഷരങ്ങൾ. അതിനകത്ത് റ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ അക്ഷരത്തിലും എല്ലാ ശബ്ദത്തിലും വരുന്ന തുടക്കത്തിൽ വരുന്ന ആ ഇതുകളെല്ലാം വവൽ സൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു കൗണ്ടബിൾ നൗണിൻ്റെ തുടക്കത്തിലുള്ള ശബ്ദം ഈ ആ ഒരു സ്വരാക്ഷരങ്ങളിൽ റ് മാറ്റി വെച്ചിട്ടുള്ള ഏത് സൗണ്ട് ആയാലും എന്ത് ചെയ്യാം, അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന് ഉപയോഗിക്കാം. ഇനി അല്ലാത്തതോ ബാക്കിയെല്ലാം കൺസണൻറ്റ് സൗണ്ടുകളാണ്. ആ കൺസണൻറ്റ് സൗണ്ടുകളുടെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എ ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ മുന്നിൽ വരുന്ന ലെറ്റർ അല്ല അവിടെ പ്രധാനം. ആദ്യം തന്നെ ഒരു വാക്കിൻ്റെ കൗണ്ടബിൾ നൗണിൻ്റെ തുടക്കത്തിലുള്ള സൗണ്ട് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അത് ഓർത്ത് വെച്ചേക്കുക. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡാഷ് യൂസ്ഫുൾ ആർട്ടിക്കിൾ. വേണ്ട, ഇവിടെ യു ആണ് തുടക്കം. നമ്മൾ എ ഇ ഐ ഒ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വേഗം അങ്ങ് പഠിച്ചു വെച്ച് നമ്മൾ വേറെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തില്ലെങ്കിൽ ഇവിടെ യു കണ്ടമാകാൻ നമുക്ക് എന്ത് ചെയ്യാം, ആന് ഇത് ചെയ്യാം. പക്ഷെ അതിപ്പോൾ ഉത്തരം തെറ്റിപ്പോയി. ഇവിടെ യൂസ്ഫുൾ എന്ന് പറയുമ്പോഴൊക്കെ യു ആണ് ഇവിടുത്തെ എന്ത് ശബ്ദം, അതൊരു കൺസോണൻറ്റ് സൗണ്ടാണ്, അതൊരു വവ്വലേ അല്ല. അപ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കണം, എ ഉപയോഗിക്കണം. ദ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിന് ഒരു മുന്നത്തെ ഒരു വരിയില്ല, അല്ലെങ്കിൽ ഇതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു റെഫറൻസ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ യൂസ്ഫുൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ആർട്ടിക്കിൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കണം. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ആർട്ടിക്കിൾ.
എന്നാണ് ഇവിടെ ഉത്തരം വരിക. ഓക്കെ, നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. നോക്കൂ, മേരി ഈസ് ഡാഷ് യൂറോപ്യൻ. നോക്കൂ, AEIOU എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഇ ആണ് വന്നേക്കുന്നത്. തീർച്ചയായും അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ആൻ എഴുതാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ യൂറോപ്യൻ്റെ തുടക്കത്തിലുള്ള സൗണ്ട് എന്താ? യു ആണ് അല്ലേ? യു എന്ന് പറയുന്ന ഒരു കൺസണന്റ് സൗണ്ട് ആണ്. അതൊരു ആർട്ടിക്കിൾ വലേ അല്ല. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ എന്നുള്ളതേ ഉത്തരമായിട്ട് വരുള്ളൂ. നിങ്ങളൊരു പണി ചെയ്യുക, ഇത് പോസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കാം കേട്ടോ. പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉത്തരം ശരിയാണോ അല്ലേ എന്നുള്ളത് നോക്കാം. നോക്കൂ, ഷീ ഈസ് ഡാഷ് LLB സ്റ്റുഡൻറ്റ്. LLB എന്ന് പറയുന്നത് എന്താണ്? കൺസണന്റ് സൗണ്ട് ആണ്, അല്ലെങ്കിൽ കൺസണന്റ് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ലെറ്റർ ആണ്. അപ്പം പക്ഷെ LLB എന്ന് പറയുമ്പോൾ ഇവിടെ തുടക്കത്തിലെ സൗണ്ട് എന്താണ്? L എന്ന് പറയുമ്പോൾ A ആണ്. അപ്പം ഇവിടെ ആൻ വരും. ആൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് വരിക. നോക്കൂ, LLB. അതുപോലെ തന്നെ LDC ആസ്പിരൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ L എന്ന് പറയുമ്പോൾ അപ്പോഴും A തന്നെയല്ലേ സൗണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ ആൻ തന്നെയാണ്. LDCക്ക് മുമ്പും LD ക്ലർക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താ, അത് ഇഷ്ടംപോലെ പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. LD ക്ലർക്ക് അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഇനി ഷീ ഈസ് ഡാഷ് ലോ സ്റ്റുഡൻറ്റ്. കണ്ടോ, ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള ശബ്ദം ഏതാ? ലായാണ്, അല്ലെങ്കിൽ ല സൗണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായും എന്താ വരുള്ളൂ? A ആണ് വരുള്ളൂ. ജോൺ ഈസ് യുട്ടോപ്യൻ. ഇത് കുറേ പേര് ഉട്ടോപ്യൻ എന്ന് വായിക്കും. ഉട്ടോപ്യൻ എന്ന് വെച്ചാൽ അപ്പോൾ ഉത്തരം തെറ്റിയിട്ടാ. കാരണം എന്ന് പറയുന്നത് എന്താ? വവൽ സൗണ്ടാണ്. നമ്മൾ നേരെ പോയി എഴുതും. പക്ഷേ അവിടെ ഉട്ടോപ്യൻ അല്ല അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ, ശരിക്കും യുട്ടോപ്യൻ എന്നാണ്. അപ്പോൾ യു ആണ് തുടക്കത്തിൽ. യുട്ടോപ്യൻ, യുഗാണ്ട അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ യുട്ടോപ്യൻ എന്ന് പറയുമ്പോൾ യു ആണ് അവിടുത്തെ തുടക്കത്തിലെ ശബ്ദം. അപ്പോൾ തീർച്ചയായും ഇവിടെ എന്ത് വരുള്ളൂ? A വരുള്ളൂ. ഇറ്റ് ഈസ് ഡാഷ് 1 rupee നോട്ട്. 1 എന്ന് പറയുമ്പോൾ വായാണ് തുടക്കത്തിൽ. 1 എന്നല്ലേ പറയണേ? അപ്പോൾ വായാണ് ശബ്ദം. അപ്പോൾ ഇവിടെ O കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയി ആൻ എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് A 1 rupee നോട്ട്. ഐ മെറ്റ് ഹിം ഇയർ എഗോ. ഐ മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ. ഇവിടെ ഇയർ അല്ല, ശരിക്കും ഇയർ എന്നാണ്. ഇയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ചെവി എന്ന് ഉദ്ദേശിക്കുന്ന ഇയർ. ഇവിടെ ഇയർ എന്നാണ് പറയുക. ഇയർ എന്ന് നമ്മൾ തെറ്റി പറയുന്നതാണ് ഇയർ. അപ്പോൾ യാണ് ശബ്ദം. ഇവിടെ A തന്നെയാണ് വരിക. ഇതിന് ചിലപ്പോൾ വല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷീ ടുക്ക് ഡാഷ് എക്സ്റേ. എന്താ? എക്സ്റേ എന്നാണ്. ഇവിടെ ഏതാ ശബ്ദം? A ആണ്. A എന്ന ശബ്ദമാണ്. അപ്പം എന്താ? ആനായിരിക്കും വരിക. നമ്മൾ അതിനങ്ങൾ മലയാളത്തിൽ ആലോചിച്ച് നോക്കിയാൽ മതി. A ആണല്ലോ തുടക്കത്തിൽ. അപ്പം അത് വവ്വലല്ലേ, അത് സ്വരാക്ഷരാണ്. അപ്പോൾ അവിടെ A ആണ് വരിക. ഐ മെറ്റ് ഹിം ഡാഷ് അവർ എഗോ. നോക്കൂ, ഈ അവർ, ഓണർ, ഓണറബിൾ, എയർ, ഇത് നമ്മൾ ഹെയർ എന്നൊക്കെ അങ്ങ് വായിക്കുമ്പോൾ ഈ അനന്തരാവകാശി എന്നുള്ള രീതിയിലാണ് ഈ എയർ പറയുന്നത്. ഹെയർ അല്ല, അതൊക്കെ ഇത് ഹെയർ അല്ല, ഇത് ഹെയറസ് ഒന്നും അല്ല, ഇത് എയറസ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ H സൈലൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ ഇതിക്ക് മുന്നേ എന്താണ്? ഇതിക്കൊക്കെ മുന്നേ എന്തുപയോഗിക്കും? ആൻ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. അവർ പെട്ടെന്ന് കിട്ടുമായിരിക്കും നമുക്ക്. ഓണറും ഓണറബിളൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് കണ്ടുണ്ട്. പക്ഷെ ഹെയറസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എന്താ, ചിലപ്പോൾ നമ്മൾ എഴുതിപ്പോവും. പക്ഷെ ഉത്തരം ആൻ ആണ്. ജോൺ ഈസ് ഡാഷ് FBI ഏജൻറ്റ്. F എന്ന് പറയുമ്പോൾ ഇവിടെ A അല്ലേ ആദ്യം. അപ്പോൾ ഇവിടെ എന്താ? ആൻ ആയിരിക്കും അല്ലേ? ജോൺ ഈസ് ആൻ FPA ഏജൻറ്റ്. ആൻ ആയിരിക്കും ഉത്തരം. ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ അറ്റ് ദ മാർക്കറ്റ്. ഡാഷ് ഓൾഡ് മാൻ വാസ് ബെഗിങ്. ഐ മെറ്റ് ഓൾഡ് എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാ പോയല്ലേ. അപ്പോൾ ആനായിരിക്കും. ഇവിടെയും ആൻ തന്നെയായിരിക്കും. ഓക്കെ, ആൻ ഓൾഡ് മാൻ വാസ് ബെഗിങ്. മാരി ഈസ് ഡാഷ് നഴ്സ്. ഇവിടെ നഴ്സ് എന്ന് പറയുമ്പോൾ നായല്ലേ. അപ്പോൾ ഇവിടെ A തന്നെയായിരിക്കും എന്നെ അല്ലേ? A തന്നെയായിരിക്കും എന്നെ. അപ്പോൾ ഇതിനകത്ത് എത്ര ഉത്തരം നിങ്ങളുടെ ശരിയായി എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. എത്ര ഉത്തരം ശരിയായി, എല്ലാം ശരിയായി എത്ര പേരുണ്ടെന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അത് എഴുതാം. നോക്ക്, കുറച്ചും കൂടി ഉണ്ട്. ഐ ബ്രോട്ട് പെൻ യെസ്റ്റർഡേ. വേണ്ട, യെസ്റ്റർഡേ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് എന്താ? ഇവിടെ A ആയിരിക്കും. പെൻ ആണ്. അപ്പം A പെൻ. അയ്യോ സോറി കേട്ടോ, ഇവിടെ വേറൊരു പ്രശ്നം പറ്റി.
ഇവിടെ നോക്കൂ, ഐ മെറ്റ് ഓൾഡ് മാൻ അറ്റ് ദി മാർക്കറ്റ്. ഇവിടെ എ ആണ്, അല്ല ആനാണ്, ഓൾഡ് മാൻ ആനാണ്. നോക്കൂ, ഓൾഡ് മാൻ വാസ്, അപ്പം ഈ അതേ ഓൾഡ് മാനിനെ പറ്റിയിട്ടല്ലേ പറയണേ. അപ്പോൾ ഇവിടെ ദായാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഐ മെറ്റ് ആൻ ഓൾഡ് മാൻ അറ്റ് ദി മാർക്കറ്റ്. അപ്പം ഇവിടെ ഓൾറെഡി ഓൾഡ് മാനെ പറ്റി പറഞ്ഞിട്ട് അതേ ഓൾഡ് മാൻ പറ്റിയുള്ളൂ പറയണേ. അപ്പം ടി ക്യാപിറ്റലായിരിക്കണം. ദ ഓൾഡ് മാൻ വാസ് ബെഗിങ്. ആ ഓൾഡ് മാൻ, ആ മീറ്റ് ചെയ്ത ഓൾഡ് മാൻ ആൻ എഴുതിയതിന് ശേഷം ആൻ എഴുതി ഇവിടെ ഐ മെറ്റ് എൻ ഓൾഡ് മാൻ അറ്റ് ദി മാർക്കറ്റ്. അതുകൊണ്ട് അടുത്ത വരിയാണ് ദ ഓൾഡ് മാൻ എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഈ പറഞ്ഞ ഈ ഓൾഡ് മാനെ പറ്റിയിട്ട് തന്നെയാണ് അടുത്ത വരിയിൽ പറയണതേ. അപ്പോൾ അതൊരു ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ദ ഓൾഡ് മാൻ വാസ് ബെഗിങ്. അതേപോലെ ഞാൻ ഇപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തെറ്റ് പറ്റിയതാണ്, നിങ്ങൾ ക്ഷമിക്കുക, അത് തെറ്റ് തിരുത്തി ചെയ്താ. ഐ ബ്രോട്ട് പെൻ യെസ്റ്റർഡേ. ഐ ബ്രോട്ട് ഇവിടെ അല്ല കേട്ടോ, അതിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ ഇടയിലാണ്. ഐ ബ്രോട്ട് എ പെൻ യെസ്റ്റർഡേ. ഇവിടെയല്ല വരണേ, ഇവിടെയല്ല ഗ്യാപ്പ് വരണേ. ഇനി നോക്കിയേ, ദ പെൻ എഴുതണം. കാരണം എന്താ, ആ പേന, ഞാനൊരു പേന മേടിച്ചു ഇന്നലെ, ആ പേന എന്നല്ലേ നമ്മൾ പറയുക. അതായത് ആ മുന്നേ പറഞ്ഞ ആ പേന, കഴിഞ്ഞ സെൻറ്റൻസിൽ പറഞ്ഞ ആ പേന എന്ന് പറയുമ്പോൾ ഇവിടെ ദ ഉണ്ടായിരിക്കും. ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. ഓക്കെ. ദ സ്റ്റാർസ് ട്വിങ്കിൾ ഇൻ സ്കൈ. ഇൻ എ സ്കൈ എന്ന് പറഞ്ഞായിട്ട് നമുക്കങ്ങനെ ഈ സ്കൈ ഉണ്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു സ്കൈ ഉണ്ട്, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്ത ഒരുപാട് സ്കൈകളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ദ ഉപയോഗിക്കാം. നോക്കൂ, അടുത്ത എന്താണ്, ഇവിടെ ചെറിയൊരു ഓപ്ഷൻ തരാം ഞാൻ. ഡോഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ എ ഡോഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ദ ഡോഗ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ നൺ ഓഫ് ദിസ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ എഴുതും, ഗാർഡ്സ് അവർ ഹൗസ്, ഡാഷ് ഗാർഡ്സ് അവർ ഹൗസ്, ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്, എ ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്, ദ ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്. അതായത് എൻ്റെ വീട് ഒരു പട്ടി എപ്പോഴും ഗാർഡ് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പട്ടിയായിരിക്കുമോ, ഞാൻ വീട്ടിൽ വളർത്തുന്ന എൻ്റെ ആ ഒരു പ്രത്യേക ആ പട്ടിയായിരിക്കില്ലേ. അപ്പോൾ എന്ത് നമ്മൾ ഉപയോഗിക്കണം, ദ ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്. ഓക്കെ. അങ്ങനെയാണ് നമ്മളൊരു കോണ്ടെക്സ്ച്വലിയും കൂടി ചിന്തിക്കണം ഈ കാര്യങ്ങളൊക്കെ പറയും. ഇനി നമുക്ക് പ്രധാനമായിട്ട് ദാനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ ദ ഉപയോഗിക്കണം, കമ്പൽസറി ഉപയോഗിക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞു. ഇനി ദ ഉപയോഗിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ ക്ലാസ് വളരെ കൃത്യമായിട്ട് കേൾക്കുക. നോക്കൂ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, മ്യൂസിക് ഇവിടെ ഈ വേണ്ട കേട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും ദ ഉപയോഗിക്കണം. ദ പിയാനോ, ദ ഗിറ്റാർ, ദ ഡ്രംസ്, അങ്ങനെയൊക്കെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുമ്പിൽ എന്തായാലും എന്ത് ഉപയോഗിക്കണം, ദ ഉപയോഗിക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രീൻ്റെ മുമ്പിൽ ദ ലോങ്ങസ്റ്റ്, ദ ബെസ്റ്റ്, ദ വേഴ്സ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടോ, നമ്മൾ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഏറ്റവും മോശം, ഏറ്റവും നല്ലത്, ഏറ്റവും നീളമുള്ളത്, ഏറ്റവും നീളം കുറഞ്ഞത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. ഇനി ആർട്ടിക്കിൾ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബ്സിനെ കുറിച്ചിട്ടാണ്. ചില പ്രത്യേക കൺഫ്യൂസിങ് ആയിട്ടുള്ള വെർബുകൾ, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുകൾ, ട്രാൻസിറ്റീവ് വെർബുകൾ, പിന്നെ നമ്മൾ പഠിക്കുക ഓക്സിലറി വെർബുകളെ കുറിച്ചും കോൺകോഡുകളെ കുറിച്ചും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് വേറെ ക്ലാസ്സുകളൊക്കെ പഠിക്കുക കേട്ടോ. നോക്കൂ, സൂപ്പർലേറ്റീവ്സിൻ്റെ മുമ്പിൽ എന്താണ് ഉപയോഗിക്കുക, ദ ഉപയോഗിക്കണം. ഇനി ഓഷ്യൻസിൻ്റെ പേരുകളുടെ മുമ്പിൽ സമുദ്രങ്ങളുടെ, മൗണ്ടെയ്ൻസിൻ്റെ, റിവറിൻ്റെ, ഡെസേർട്ട്, അതായത് ദ അറേബ്യൻ സീ, ദ പസഫിക്, ദ ആമസോൺ, ദ ഹിമാലയാസ്, ദ ആൽപ്സ്, ദ സഹാറ, എന്ത് ചെയ്യണം, ദ ഉപയോഗിക്കണം. ബിഫോർ നെയിംസ് ഓഫ് എപ്പിക്സ്, ഏൻഷ്യൻ്റ് റിലീജിയസ് ടെക്സ്റ്റ്, നമ്മൾക്ക് എന്താ പറയുക, പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എപ്പിക് ബുക്കുകളെ പറ്റിയൊക്കെ, ബുക്കുകളിലൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ദ ഉപയോഗിക്കണം. ദ ഗീത, ദ ബൈബിൾ, ദ ഖുറാൻ, ദ രാമായണ, ദ ഇലിയഡ്, ദ ഒഡീസി, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ദ ഉപയോഗിച്ചാൽ പറയേണ്ടത്. കാരണം അത് ലോകത്തിൽ ഒന്നേ ഉള്ളൂ അല്ലേ, അതുകൊണ്ട്. ബിഫോർ ഡിറക്ഷൻസ്, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ സൗത്ത്, ദ നോർത്ത് എന്ന് നമ്മൾ ഡിറക്ഷൻ പറയുമ്പോൾ നമ്മൾ ഡിറക്ഷൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ സൗത്ത്, ദ നോർത്ത് എന്നൊക്കെ പറയണം. ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം,
നമ്മൾ ദ ഉപയോഗിക്കണം. ദ മാതൃഭൂമി, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ദ മലയാള മനോരമ, ദ മംഗളം, അങ്ങനെ ദേശാഭിമാനി, അങ്ങനെ നമ്മൾ അത് ആ പേരിൽ ചിലപ്പോൾ ദ ഉണ്ടാവില്ല. ദ ഹിന്ദുവിൻ്റെ മുമ്പിൽ ദ ഉണ്ട്. മാതൃഭൂമി എന്ന് പറയുന്നത് ദ മാതൃഭൂമി നമ്മൾ പറയേണ്ടത് മാതൃഭൂമിനെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴാണ് ദ ചേർത്ത് നമ്മൾ പറയേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി അടുത്തത്, ഓൾവേസ് യൂസ് ബിഫോർ സീ, ഗ്രൗണ്ട്, കൺട്രി, എൻവയോൺമെൻറ്റ്, സിനിമ, തിയേറ്റർ, ക്യാപിറ്റൽ ഓഫ് സം കൺട്രി, ഇക്വേറ്റർ, എൻഡ്, ബിഗിനിങ്, ഗോ ടു ദ ബാങ്ക്, പിന്നെ പോസ്റ്റ് ഓഫീസ്, ലൈറ്റ്, ഫ്ലോർ സീലിംഗ്, ഡോറ്, കാർപ്പറ്റ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിക്ക് മുന്നേ നിശ്ചയമായും ദ ഉപയോഗിക്കണം. ദ സീ, ദ ഗ്രൗണ്ട്, ദ കൺട്രി, ദ എൻവയോൺമെൻറ്റ്, ദ സിനിമ, ദ തിയേറ്റർ, ദ ക്യാപിറ്റൽ ഓഫ് സം കൺട്രി, അതായത് ഇപ്പോൾ നമ്മൾ ദ ന്യൂഡൽഹി അങ്ങനെയാണ് നമ്മൾ പറയുക. ദ ഇക്വേറ്റർ, ദ എൻഡ്, സോറി ദ ന്യൂഡൽഹി എന്നല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്, പേരിൻ്റെ മുമ്പിൽ അങ്ങനെ സൂചിപ്പിക്കില്ല. പക്ഷെ ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് പറയുക. ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇക്വേറ്റർ, എൻഡ്, ബിഗിനിങ്, ഗോ ടു ദ നമ്മൾ ഹി വെൻ ടു ദ ബാങ്ക്. കണ്ടോ, ദ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ മുമ്പിൽ എപ്പോഴും, ബാങ്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും ദ ഉപയോഗിക്കണം. പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറയാം. പോസ്റ്റ് ഓഫീസിൻ്റെ പേരിൻ്റെ മുമ്പിലല്ല, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേരിൻ്റെ മുമ്പിലല്ല. പക്ഷെ ബാങ്ക്, ഞാൻ ബാങ്കിൽ പോവാ എന്ന് പറയുമ്പോൾ ഐ എം ഗോയിങ് ടു ദ ബാങ്ക് അങ്ങനെ പറയണം. ദ പോസ്റ്റ് ഓഫീസ്, ദ ലൈറ്റ്, ദ ഫ്ലോർ സീലിംഗ്, ദ ഡോർ, ദ കാർപ്പറ്റ്, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഇനി മോണ്യുമെൻറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കണം. ദ ഫസ്റ്റ് വേൾഡ് വാർ, അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ്. ദ ഫ്രഞ്ച് റവല്യൂഷൻ, അതെന്താ, അതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ്. ദ താജ്മഹൽ എന്ന് പറയുന്നത് ഒരു മോണ്യുമെൻ്റ് ആണ്. നമ്മളിനി ഹിസ്റ്റോറിക്കലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് ആയിട്ടുള്ള ഒരു വസ്തു, ഏതെങ്കിലും ഒരു പ്രതിമയോ അതിനൊക്കെ റെഫർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ മുമ്പിലൊക്കെ ദ ചേർക്കണം. കാരണം അത് ലോകത്തിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ഹിസ്റ്റോറിക്കലി വളരെ റെലവൻ്റ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നോക്കൂ, ചില സിനാരിയോകളാണ് ഞാൻ പറയാൻ പോണേ. ദ ഉപയോഗിക്കുകയും ദ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യണം. ടി വി എന്ന് ചുമ്മാ നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു ടി വി പ്രോഗ്രാമിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, ഒരു പി മതി. ടി വി പ്രോഗ്രാംസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഐ വാച്ച് ടി വി എവ്രി ഡേ, ഐ വാച്ച് ദ ടി വി എവറി ഡേ എന്ന് പറയുന്നുണ്ട്. അപ്പം നീ എന്താ ടി വിനെയാണ് ശ്രദ്ധിക്കുന്നത്, ഒരു പ്രോഗ്രാം കണ്ടു എന്നുള്ള അർത്ഥമല്ല. എല്ലാ ദിവസവും ടി വി കാണുന്നു എന്ന് പറഞ്ഞാൽ നീ ടി വിനെ അല്ലല്ലോ നോക്കണേ, ടി വിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിനെയല്ലേ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദ ഉപയോഗിക്കാതെ നമ്മൾ ടി വി ഉപയോഗിച്ചാൽ ഐ വാച്ച് ടി വി എവറി ഡേ. അപ്പം നീ ടി വിയുടെ സൗന്ദര്യവും ടി വിയുടെ ആ ഒരു സ്ട്രക്ചറും ഒന്നല്ല നോക്കുന്നത്, അവിടുത്തെ ഒരു പ്രോഗ്രാം കാണല്ലേ ചെയ്യണേ. അതാണ് ടി വി ചുമ്മാ ഉപയോഗിച്ചാൽ, ദ ഉപയോഗിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ടി വിയിൽ പ്രോഗ്രാം കാണുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. കേട്ടോ, ദ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി വിയിൽ അതിനെ പറ്റിയിട്ടാണ് പറയണേ. അതായത് ടി വി ഓൺ ആക്കൂ, ഓഫ് ആക്കൂ, അല്ലെങ്കിൽ ആ ടി വിനെ എല്ലാ ദിവസവും കാണുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ദ ടി വി. അതായത് അത് ടി വി സെറ്റിനെയാണ് അവിടെ റെഫർ ചെയ്യുന്നത്. ദ ടി വി എന്ന് പറഞ്ഞാൽ ദ ടി വി സെറ്റ്. വി ബ്രോട്ട് എ ടി വി, ദ ടി വി സെറ്റ് ഈസ് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി വി സെറ്റിനെയാണ്. ദ ടി വി ഈസ് ഹെവി, കാരണം ടി വിയുടെ പ്രോഗ്രാം ഹെവി ആണെന്നോ മോശമാണെന്നോ എന്നല്ല അർത്ഥം, ആ ടി വി സെറ്റ് ഹെവി ആയിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ദ ഉപയോഗിച്ച് ടി വി ഉപയോഗിച്ച് ആ ടി വി സെറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. ദ ഇല്ലാതെ ടി വി വാച്ച് ടി വി എവറി ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രോഗ്രാമിനെയാണ്, ടി വിയുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, സ്പേസ്, ദ സ്പേസ്, രണ്ടും ഒന്നല്ല. സ്പേസ് എന്ന് ചുമ്മാ ഉപയോഗിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിലുള്ള സ്പേസ്, നമ്മൾ പറയില്ലേ ബഹിരാകാശം എന്ന് നമ്മളൊരു സ്പേസ് ഉപയോഗിക്കില്ലേ, സ്പേസിൽ എന്ന് നമ്മൾ പറയില്ലേ, ആ ബഹിരാകാശത്തിനെയാണ് നമ്മൾ ദ ഇല്ലാത്ത സ്പേസ് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ദർ ആർ മില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ സ്പേസ്, അവിടെ ദ സ്പേസ് വേണ്ട, ഇൻ സ്പേസ് ആണ്. ദ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക സ്ഥലം. ഹി ട്രൈഡ് ടു ഇൻസ്റ്റാൾ ദ ടി വി ബട്ട് ദ സ്പേസ് വാസ് ഇൻസഫിഷ്യൻറ്റ്. അവിടെ ദ ടി വി എന്ന് പറയുമ്പോൾ എന്താണ്, ടി വി സെറ്റാണ്. ദ സ്പേസ് എന്ന് പറഞ്ഞാൽ ടി വി വയ്ക്കാൻ ഉദ്ദേശിച്ച ആ പർട്ടിക്കുലർ സ്പേസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിലുള്ള സ്പേസ്, അന്തരീക്ഷമല്ല, ബഹിരാകാശം എന്ന് പറയുന്നത് ദ ഇല്ലാത്ത സ്പേസാണ്. ദ സ്പേസ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പേസ്, ആ ടി വി സെറ്റ് വെക്കാൻ ഉദ്ദേശിച്ച ആ സ്പേസ് പക്ഷേ എന്താണ്, ഇൻസഫിഷ്യൻ്റ് ആണ്. അവിടെ ആ ടി വി സെറ്റ് കൊള്ളില്ല, ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ആ പർട്ടിക്കുലർ സ്പേസ് എന്നുള്ള അർത്ഥം ആണ്. നെക്സ്റ്റ്, ഇനി ദ ഉപയോഗിക്കാത്ത നമ്പറുകൾ,
സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ. ഓക്കെ, ബിഫോർ നെയിം ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ പേരിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറയില്ല, ദ ഇന്ത്യ എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു രീതിയിലുള്ള ആർട്ടിക്കിൾസും വേണ്ട, രാജ്യങ്ങളുടെ പേരുകൾ. അപ്പം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, USA, ദ USA എന്ന് പറയുന്നത്. പക്ഷേ USA ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് രൂപം കൊടുത്തേണ ഒരു പ്രത്യേക സിസ്റ്റമാണ് USA എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ടാണ് എല്ലാം കൂടി ദ UK, ദ USA, ദ എമിറേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതൊരു പർട്ടിക്കുലർ കൺട്രിയുടെ പേരല്ല, എല്ലാവരും ചേർന്നിട്ടുള്ള. അന്ന് ദ അമേരിക്ക എന്നും നമ്മൾ പറയില്ല, ദ ലണ്ടൻ എന്നും നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ കൺട്രിയുടെ പേരിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. അതുപോലെ തന്നെ എ നൗൺ പ്ലസ് നമ്പർ. ഓക്കെ, എ നൗൺ പ്ലസ് നമ്പർ, ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു സാഹചര്യത്തിലും നമ്മൾ ചെയ്യില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്നുകൂടി പറയാം. ദ വെസ്റ്റ് ഇൻഡീസും നെതർലാൻഡ്സ്, ദ മാൽദീവ്സ്, ഇതിൻ്റെ ഒക്കെ കൂടെ ദ ചേർക്കും കേട്ടോ. ഈ USA, വെസ്റ്റ് ഇൻഡീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതുകൾ ചേർന്നുണ്ടാവുന്നതാണ്. ദ യുണൈറ്റഡ് കിങ്ഡം, പക്ഷെ നമ്മൾ ദ ഇംഗ്ലണ്ട് എന്ന് പറയില്ല, ദ അമേരിക്ക എന്ന് പറയില്ല, ദ ശ്രീലങ്ക എന്ന് പറയില്ല. കാരണം ശ്രീലങ്ക ഒരൊറ്റൊരു ദ്വീപേ ഉള്ളൂ. എന്നാൽ മാൽഡീവ്സ് അങ്ങനെയല്ല, ഒരു ദ്വീപ സമൂഹമൊന്നുമല്ല. നോക്കൂ, റൂം 25 എന്ന് പറയാമെന്ന് വിചാരിക്കും. റൂം എന്ന് പറയുന്നത് ഒരു നൗണാണല്ലോ, പ്ലസ് ഒരു നമ്പർ ഉണ്ട് 25. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ഒരു നൗണാണ്, അതിൻ്റെ കൂടെ നമ്പർ, അതായത് ഒരു നൗണ് പ്ലസ് നമ്പർ, അതായത് റൂം 25, പ്ലാറ്റ്ഫോം 2. എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യില്ല, ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്ലാറ്റ്ഫോം 2 എന്നോ ദ പ്ലാറ്റ്ഫോം 2 എന്നോ. അതായത് പ്ലാറ്റ്ഫോം 2 എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആണ്. അത് പ്ലാറ്റ്ഫോം 2 പോയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പ്ലാറ്റ്ഫോം 2 എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് രണ്ടാമത് ദ പ്ലാറ്റ്ഫോം 2 എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം 2 എന്ന് പറയുന്നത് അത് തന്നെ മതി, വേറെ ആർട്ടിക്കിളൊന്നും അതിൻ്റെ മുമ്പിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി നോക്കൂ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പിലോ ലഞ്ചിൻ്റെ മുമ്പിലോ ഡിന്നറിൻ്റെ മുന്നിലോ ഒന്നും എന്ത് ചെയ്യില്ല, അത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. പക്ഷേ ഇഫ് എൻ അഡ്ജക്റ്റീവ് ഈസ് ദെയർ ബിഫോർ ഇറ്റ്, ഈസ് യൂസ്ഡ്. അതായത് ഐ ഹാഡ് എ മീഗർ ലഞ്ച് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ലഞ്ച്. അതായത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. ഈ ലഞ്ച് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തൊട്ട് മുന്നേ അതിൻ്റെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നീ വാക്കുകളുടെ മുന്നിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. നമ്മൾ ആ ഉപയോഗിക്കുന്ന വാക്കിനനുസരിച്ച് എയോ ആനോ ഉപയോഗിക്കാം, ദ ഉപയോഗിക്കില്ല. ഓക്കെ, ബിഫോർ സം എക്സ്പ്രഷൻസ്, അതായത് ഗോ ടു ദ ബെഡ് അങ്ങനെ പറയില്ല, ഗോ ടു ബെഡ്. ബി ഇൻ ദ ബെഡ് അങ്ങനെ പറയില്ല. ഗോ ദ ഹോം അങ്ങനെ പറയില്ല. കം ദ ഹോം അങ്ങനെ, അല്ലെങ്കിൽ കം ഹോം, അറൈവ് ഹോം, ഗെറ്റ് ഹോം, ബി അറ്റ് ഹോം, ഗോ ടു സീ, ഗോ ടു വർക്ക്, അറ്റ് വർക്ക്, സ്റ്റാർട്ട് വർക്ക്, ഫിനിഷ് ദ വർക്ക് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഫിനിഷ് വർക്ക് എന്ന് തന്നെ പറയുമ്പോൾ തന്നെ സ്പെസിഫിക് ആണ്. സ്റ്റാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ രണ്ടാമത് എയോ ആനോ ദായോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ എക്സ്പ്രഷനുകളുടെ മുമ്പിലൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടാനൊക്കെ PSCക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ചോദിക്കാനായിട്ട്. ബിഫോർ ദ നൗൺ ദാറ്റ് കംസ് ആഫ്റ്റർ കൈൻഡിന് ശേഷം ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മുമ്പിൽ എന്ത് വരില്ല, ആർട്ടിക്കിൾസ് ഒന്നും വരില്ല. ഓക്കെ, കൈൻഡ്, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ എന്ന് പറയുമ്പോൾ ഈ കൈൻഡിന് മുമ്പിൽ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. നമ്മളൊരു പേഴ്സണല്ല അവിടെ പറയണേ. ഈ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരു പേഴ്സണല്ല, നീ എന്ത് മനുഷ്യനാ. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, അതിനകത്ത് നീ പെടുന്നില്ല, നീ മനുഷ്യനല്ല എന്നുള്ള അർത്ഥത്തിലല്ലേ അത് പറയുന്നേ. അതുകൊണ്ട് തന്നെ കൈൻഡ് എന്ന് പറയുന്നതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ ബിഫോർ ദ നൗൺ ദാറ്റ് കംസ് ആഫ്റ്റർ കൈൻഡ്, ഈ കൈൻഡിന് ശേഷം വരുന്ന നൗൺ പേഴ്സൺ എന്നുള്ളതാണ്. അതിന് മുന്നേ ദ ഉപയോഗിക്കില്ല. വാട്ട് കൈൻഡ് ഓഫ് ദ പേഴ്സൺ യു ആർ,
നീ എങ്ങനത്തെ ഒരു പ്രത്യേക മനുഷ്യനാ, ആ അർത്ഥത്തിലല്ല നമ്മൾ ചോദിക്കുന്നത്, നീ എങ്ങനത്തെ മനുഷ്യനാ, അല്ലെങ്കിൽ നീ ഒരു മനുഷ്യനല്ല എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക പേഴ്സണെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പേഴ്സൻ്റെ പോലെ അല്ല നീ എന്നല്ല പറയണേ, നീ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തിയേ അല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഒരു മനുഷ്യ വ്യക്തിയല്ല, ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കൈൻഡ് കഴിഞ്ഞിട്ട് വരുന്ന നൗണിൻ്റെ മുമ്പിൽ ദ ഉപയോഗിക്കില്ല. ബിഫോർ മെറ്റീരിയൽ നൗൺസ് വെൻ യൂസ്ഡ് ജനറലി, നമ്മൾ ജനറലി ഗോൾഡ് ഈസ് എ പ്രിഷ്യസ് മെറ്റീരിയൽ, സിൽവർ ഈസ് എ പ്രിഷ്യസ് മെറ്റീരിയൽ, ഡയമണ്ട് ഈസ് സോ എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക ഗോൾഡ് ജ്വല്ലറീനെ ഒന്നുമല്ല, ഗോൾഡിനെ ജനറലായിട്ടോ അല്ലെങ്കിൽ സിൽവറിനെ ഡയമണ്ടിനെയൊക്കെ ജനറലായിട്ട് പറയുമ്പോൾ ദ ഗോൾഡ് ഈസ് എ പ്രിഷ്യസ് അങ്ങനെ പറയണ്ട, ഗോൾഡ് ജനറലി പ്രിഷ്യസ് ആണ് എന്നർത്ഥത്തിലുള്ള മാത്രമേ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ആർട്ടിക്കിളും അതിൻ്റെ മുമ്പിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബിഫോർ ആബ്സ്ട്രാക്ട് നൗൺസ് വെൻ യൂസ്ഡ് ജനറലി, അതായത് ആബ്സ്ട്രാക്ട് നൗൺസ്, അതായത് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ആബ്സ്ട്രാക്ട് നൗണായിട്ട്, അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല, അങ്ങനത്തെ നൗണുകളുടെ മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്യില്ല, ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ദ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്താ, അവിടെ നമ്മൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്താ, അത് അബ്സ്ട്രാക്ട് നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക യൂണിയനെ അല്ല അവിടെ ഇത് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ കോളേജ് യൂണിയനോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലേബർ യൂണിയനോ ഒന്നുമല്ല നമ്മളവിടെ ഒരു പർട്ടിക്കുലർ യൂണിയനെ അല്ല റെഫർ ചെയ്യുന്നത്. യൂണിയൻ, ഐക്യം എന്നുള്ള അർത്ഥത്തിൽ, അതായത് അബ്സ്ട്രാക്റ്റ് നൗൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഓണസ്റ്റി, അതല്ലെങ്കിൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന അബ്സ്ട്രാക്റ്റ് നൗണുകളുണ്ടല്ലോ, അങ്ങനത്തെ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയിട്ട് ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കില്ല. എ നൗൺ ദാറ്റ് കംസ് ആഫ്റ്റർ ദ വെർബിന് ശേഷം വരുന്നു. ദ നൗൺ ഡിനോട്ട്സ് എ ഡെസിഗ്നേഷൻ ഓഫ് എ പേഴ്സൺ ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്, ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു ആളെ ഒരു സ്ഥാനത്തേക്ക് എലക്ട് ചെയ്ത് വെച്ചേക്കുക, ഒരു ഡെസിഗ്നേഷൻ അദ്ദേഹം എന്താ പറയുക അലങ്കരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ ഉപയോഗിക്കുക. നോക്കൂ, പ്രണബ് മുഖർജി വാസ് ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ദി കൺട്രി. ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി എന്ന് പറയില്ല. പ്രണബ് മുഖർജി ഇലക്റ്റഡായി, പ്രസിഡന്റ് ഓഫ് കൺട്രി ആയിട്ട് ഇലക്റ്റഡായി. പ്രണബ് മുഖർജി വാസ് ഇലക്റ്റഡ് ദ പ്രസിഡന്റ് ഓഫ് കൺട്രി, ദ പ്രസിഡന്റ് ഓഫ് കൺട്രി എന്ന് പറയില്ല. പക്ഷേ ഒരു സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ്രൗപദി മുർമു, മനസ്സിലായോ? അങ്ങനെ പറയാം. അതായത് പ്രണബ് മുഖർജി അല്ലെങ്കിൽ ഇപ്പോൾ ദ്രൗപദി മുർമു പ്രസിഡൻ്റായിട്ട് ഇലക്റ്റായി, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇലക്ട് ആകുമ്പോൾ ദ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ പറയില്ല. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ദ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ന സ്ഥലം ഇസ് സോ ആൻഡ് സോ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ദ ഉപയോഗിക്കണം. അതായത് വെർബിന് ശേഷം ഇലക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്, അതായത് ഒരു ഡെസിഗ്നേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, ഈ കണ്ടോ, ഈ വെർബിന് ശേഷം വരുന്ന നൗണ് അവിടെ ഒരു ഡെസിഗ്നേഷനുള്ള സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേഷൻ അല്ലേ. അപ്പോൾ അതിക്ക് മുന്നേ എന്ത് ചെയ്യില്ല, ദ ഉപയോഗിക്കില്ല, ദ നമ്മൾ ഉപയോഗിക്കില്ല. എന്നാൽ ദ പ്രസിഡന്റ് ഓഫ് കൺട്രി, അതായത് അത് നേരെ സബ്ജക്റ്റായിട്ട് വരുന്നൊരു സമയമുണ്ട്. ദ ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ്. അതായത് ദ പ്രസിഡന്റ്, ആ ഒരു ഡെസിഗ്നേഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ദ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്, അങ്ങനെയുള്ള ഒരു തസ്തിക അതല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ദ ഉപയോഗിക്കും. കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇത് വെർബിന് ശേഷം അതൊരു നൗൺ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ദ ഉപയോഗിക്കില്ല, ഡെസിഗ്നേഷൻ. എന്നാൽ അത് തന്നെ മെയിൻ സബ്ജക്റ്റായിട്ട് ആ സെൻറ്റൻസിന് വരുവാണെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ്രൗപദി മുർമു എന്നല്ല പറയുക, ദ പ്രസിഡന്റ്, വേറെ നമുക്ക് പ്രസിഡന്റ് ഒന്നും ഇല്ലല്ലോ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ്രൗപദി മുർമു. ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ, എവിടെയാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടത് എന്നവർ പറയില്ല. യൂസ് സ്യൂട്ടബിളി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും, ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കണം എന്നും പറയില്ല. അപ്പോൾ ഈ സിനാരിയോ എവിടെയൊക്കെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാം, എവിടെയൊക്കെ ആർട്ടിക്കിൾ ഒരു കാരണവശാലും ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ചില കണ്ടീഷനുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നേണതും നമുക്ക് ശരിയായിട്ട് തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇത് വളരെ തറവായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളപ്പോൾ ആർട്ടിക്കിൾസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി ലോങ് ഒരു ക്ലാസ്സായി, കാരണം ഇത് ആനും അതുപോലെ ദായും സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അത് വെറുതെ ആവശ്യമില്ലാതെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ്. അതിൻ്റെ സിനാരിയോകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം. ഓക്കെ,
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ PSC പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസ് അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സജഷനുണ്ട്, കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ അതിന് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.